നിങ്ങൾ സ്നേഹിക്കുന്ന ആള് ചിലപ്പോൾ അടിപൊളിയായിരിക്കാം, നിങ്ങൾ എപ്പോഴും സപ്പോർട്ട് ചെയ്യുന്നുണ്ടാവാം. പക്ഷേ അവർ ഇമോഷണലി വീക്ക് ആണെങ്കിൽ, ഇമോഷണലി ഇംമെച്യൂർ ആണെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ഒരുപാട് കഷ്ടപ്പെടേണ്ടി വരും. എപ്പോൾ പ്രശ്നമുണ്ടായാലും അത് നിങ്ങളുടെ കുറ്റമായി മാറുകയും ചെയ്യാം. ഇല്ലെങ്കിൽ ലൈഫിൽ എപ്പോഴും നിങ്ങൾ മാത്രമായിരിക്കും എഫേർട്ട് എടുത്തുകൊണ്ടിരിക്കുന്നത്. സോ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുടെ പാർട്ട്ണർ ഇമോഷണലി ഇമ്മെച്യൂർ ആണെന്ന് കണ്ടുപിടിക്കാനുള്ള 5 വഴികളാണ് ഞാൻ പറഞ്ഞുതരാൻ പോകുന്നത്. സോ ഇത് കേട്ടതുകൊണ്ട് തന്നെ അപ്പൊ തന്നെ അവരെ പോയി ജഡ്ജ് ചെയ്യരുത്. അവരോട് പോയിട്ട് ഇത് നിന്റെ പ്രശ്നമാണെന്ന് പറയുകയും അരുത്. ഇത് നിങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയും ഈ വീഡിയോ മുഴുവൻ കാണണം. ഈ വീഡിയോയിൽ അതിന്റെ റീസൺ കൂടി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും. സോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ദിസ് ഈസ് ഫാബിൻ സ്റ്റാൻലി. നിങ്ങളുടെ പാർട്ട്ണർ ഇമോഷണലി ഇമ്മെച്യൂർ ആണെന്നുള്ളതിന്റെ ആദ്യത്തെ സൈൻ ആണ് ദേ അവോയ്ഡ് ഡിഫിക്കൽട്ട് കോൺവെർസേഷൻ. അതായത് നിങ്ങൾ വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു കാര്യം അവരോട് പറയാണ്, അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ വിഷമം പറയുകയാണ്. ആ സമയത്ത് അവര് ഇത് അവോയ്ഡ് ചെയ്യാൻ നോക്കുന്നു. ചിലപ്പോ അവര് ടോപ്പിക്ക് മാറ്റാം, അല്ലെങ്കിൽ പറയാം നീ ഇതുവരെ ഇത് വിട്ടില്ലേ എന്ന് ചോദിക്കാം. അല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങൾ പറയുന്ന സീരിയസ് കാര്യത്തെ അവര് തമാശയായിട്ട് കാണാം. ഇനി അതുമല്ലെങ്കിൽ അവർ കംപ്ലീറ്റ് ആയിട്ട് അവോയ്ഡ് ചെയ്യും. ഞാൻ ടയർഡാണ്, നമുക്ക് പിന്നെ സംസാരിക്കാം, ഇപ്പൊ സംസാരിക്കണ്ടെന്ന് പറഞ്ഞ് അവരത് മാറ്റിവെക്കാം. ഇതിനർത്ഥം അവർക്ക് ഇമോഷൻസ് പ്രോസസ് ചെയ്യാൻ അറിയില്ല, അല്ലെങ്കിൽ ആരും അവരത് പഠിപ്പിച്ചിട്ടില്ല. ഇതുകൊണ്ട് തന്നെ ഇമോഷണൽ ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ പറയുമ്പോൾ അവർക്കത് ഡിഫിക്കൽട്ട് ആയിട്ട് തോന്നുകയും അവരെ സ്കീപ്പ് ചെയ്യാൻ ശ്രമിക്കുകയും ചെയ്യും. ഇനി അവർ ഇമോഷണലി വീക്ക് ആണെന്നുള്ളതിന്റെ രണ്ടാമത്തെ സൈൻ ആണ് ദേ കാൻ ടേക്ക് റെസ്പോൺസിബിലിറ്റി. എന്തെങ്കിലും ഒരു പ്രോബ്ലം ഉണ്ടാവുന്ന സമയത്ത് അവര് നിങ്ങളെ കുറ്റപ്പെടുത്താം, അവരുടെ ഭാഗം ന്യായീകരിക്കാം. ആൻഡ് അവർ ചിലപ്പോൾ അവർ തെറ്റാണെന്ന് പോലും സമ്മതിക്കാതിരിക്കാം. ചിലപ്പോൾ നിങ്ങൾ ചോദിക്കാം നീയല്ലേ പറഞ്ഞത് സൺഡേ നീ വരാമെന്ന്, എന്നിട്ട് എന്താ നീ വരാനെ? അപ്പൊ പറയും നീ എന്നെ ഓർമ്മിപ്പിച്ചില്ല, അല്ലെങ്കിൽ നീ അന്ന് അങ്ങനെ പറഞ്ഞതുകൊണ്ടാണ് എനിക്ക് ദേഷ്യം വന്നത്, നീ ഇങ്ങനെ ചെയ്തതുകൊണ്ടല്ലേ ഞാൻ അങ്ങനെ ചെയ്തത്. അല്ലെങ്കിൽ നിങ്ങൾ വിഷമം പറയുന്ന സമയത്ത് നീ വെറുതെ ഓവർ തിങ്ക് ചെയ്യാണ്, നീ വളരെ ഡ്രാമ കാണിക്കുവാണ് എന്ന് പറയും. സോ അവരുടെ ഭാഗത്ത് തെറ്റുണ്ടെന്ന് പോലും അവർ സമ്മതിക്കാതെ എല്ലാ റെസ്പോൺസിബിലിറ്റിയും നിങ്ങളിലേക്ക് ഇട്ടുതരികയും ചെയ്യും. മൂന്നാമത്തെ സൈൻ ആണ് റിയാക്ട് ഇൻസ്റ്റെഡ് ഓഫ് റെസ്പോണ്ട്. അതായത് ചെറിയ കാര്യങ്ങൾക്ക് പോലും അവര് വലിയ പ്രശ്നമുണ്ടാക്കാം. ചില സമയത്ത് അത് വലിയ പൊട്ടിത്തെറിയായി മാറാം, ചില സമയത്ത് അതൊരു സൈലന്റ് ട്രീറ്റ്മെന്റ് ആയി മാറാം. ഇനി നിങ്ങളൊരു ചെറിയ ചോദ്യം ചോദിച്ചാൽ പോലും നീ എന്തിനാ എപ്പോഴും എന്നെ ഇങ്ങനെ ചോദ്യം ചെയ്യുന്നേ, നീ എന്നെ എപ്പോഴും എന്തിനാ ഇങ്ങനെ സംശയിക്കുന്നേ, അല്ലെങ്കിൽ വലിയ വലിയ പൊട്ടിത്തെറികളായിട്ട് ചെറിയ സംഭവങ്ങളെ അവർ കൊണ്ടുവരാം. ചിലപ്പോൾ അവർക്ക് വേണ്ട കാര്യങ്ങൾ സാധിക്കാതെ ആകുമ്പോൾ അവർ നിങ്ങളോട് ദിവസങ്ങളോളം മിണ്ടാതെ ഇരിക്കാം, വാശി പിടിക്കാം. മനസ്സിലാക്കുക, ഇമോഷണലി മെച്യൂർ ആയ ആൾക്കാര് ഇതുപോലെ റിയാക്ട് ചെയ്യില്ല, അവര് റെസ്പോണ്ട് ചെയ്യാനേ നോക്കുള്ളൂ. ഇത് കേട്ട ഉടനെ തന്നെ നിങ്ങൾ അവരെ ജഡ്ജ് ചെയ്യരുത്. എന്തുകൊണ്ട് ഇത് സംഭവിക്കുന്നു, എങ്ങനെ ഡീൽ ചെയ്യണം എന്നുള്ളതെല്ലാം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും. ഇനി നാലാമത്തെ സൈൻ എന്ന് പറയുമ്പോഴും ഇതെല്ലാം ഓർഡറിൽ വരണം എന്നും അല്ല, ഇതെല്ലാം എല്ലാവർക്കും ഉണ്ടാകണമെന്നും അർത്ഥവുമില്ല. നാലാമത്തതാണ് ദേ നീഡ് കോൺസ്റ്റന്റ് വാലിഡേഷൻ. അവരെപ്പോഴും നിങ്ങളുടെ വാലിഡേഷൻ ചോദിച്ചുകൊണ്ടിരിക്കുക. നിനക്കെന്നെ ശരിക്കും ഇഷ്ടമല്ലേ, നീ എന്നെ ഒരിക്കലും വിട്ടിട്ട് പോവില്ലല്ലോ. ഇനി ഇതിന് നിങ്ങൾ മറുപടി കൊടുത്താൽ പോലും അവര് പിന്നെയും ഈ ചോദ്യം ആവർത്തിച്ച് ചോദിക്കാം. ഇതിന് കാരണം ഈ ഇൻസെക്യൂരിറ്റി എക്സ്റ്റേണൽ അല്ല, അത് ഇന്റേണൽ ആണ്. പല ആൾക്കാർക്കും അവരുടെ ലൈഫിൽ ഉണ്ടാവുന്ന പല എക്സ്പീരിയൻസ് വഴിയും, ചൈൽഡ്ഹുഡ് എക്സ്പീരിയൻസ് ആകാം, പ്രീവിയസ് റിലേഷൻഷിപ്പ് കാരണമാകാം, ഇങ്ങനെ പല എക്സ്പീരിയൻസ് വഴിയും ഒരുപാട് ഇൻസെക്യൂരിറ്റീസ് ഉണ്ടാകാം. ആ സമയത്ത് വാലിഡേഷൻ ഒരുപാട് സീക്ക് ചെയ്യാം. പക്ഷെ പലപ്പോഴും അവര് ഇഷ്ടമാണ് എന്ന് പറഞ്ഞാലും പിന്നെയും അത് ചോദിക്കാം, പിന്നെയും അവർ നഷ്ടപ്പെട്ടു പോകുന്നുള്ള പേടി ഉണ്ടാകാം. ആൻഡ് നിങ്ങൾക്ക് അങ്ങനെ ഒരു പേടി ഉണ്ടെങ്കിൽ വളരെ സീരിയസ് ആയിട്ട് നിങ്ങൾ ഇത് ഡീൽ ചെയ്യണം. അതിന് കാരണം ഇങ്ങനെയുള്ള പേടി, ഇങ്ങനെ നമ്മൾ വാലിഡേഷൻ ചോദിച്ചു പോകുമ്പോൾ പലപ്പോഴും നിങ്ങൾക്ക് നിങ്ങളുടെ പാർട്ട്ണറെ നഷ്ടപ്പെടാനുള്ള സാധ്യതയുണ്ട്. ഒരുപാട് റിലേഷൻഷിപ്പുകളിൽ ഇതുപോലെയുള്ള പേടി കാരണം തകർന്നു പോയിട്ടുമുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇങ്ങനെയുള്ള പേടികൾ ഉണ്ടെങ്കിൽ എന്തായാലും നിങ്ങളത് മാറ്റാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. അല്ലെങ്കിൽ ലൈഫ് ലോങ് നിങ്ങൾ ഈ പേടി വെച്ചുകൊണ്ടിരിക്കും. അതുപോലെ തന്നെ നിങ്ങൾ ലൈഫിൽ ആൾക്കാർ മാറി വരുന്നതും എന്നാൽ ഈ പാറ്റേൺ ഒരുപോലെ പോകുന്നതും നിങ്ങൾ കാണുന്നതായിരിക്കും. അതുകൊണ്ട് തന്നെ നിങ്ങളെ ഒരു സൈക്കോളജിസ്റ്റിന് ഉറപ്പായിട്ടും ഹെൽപ്പ് ചെയ്യാൻ പറ്റും. സോ എന്തായാലും ഇങ്ങനൊരു പേടി നിങ്ങൾക്കുണ്ട്, അല്ലെങ്കിൽ ഇങ്ങനൊരു പാറ്റേൺ നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ നിങ്ങളൊരു സൈക്കോളജിസ്റ്റിനെ കാണുക. അവർ നിങ്ങളെ സഹായിക്കുന്നതായിരിക്കും. ലൈഫിൽ കുറച്ചുകൂടി ബെറ്റർ ആകാനും ഹാപ്പി ആകാനും നിങ്ങൾക്ക് ഉറപ്പായിട്ടും പറ്റുകയും ചെയ്യും. ഇനി 5ാമത്തെ സൈൻ ആണ് ഇൻകൺസിസ്റ്റന്റ് ബിഹേവിയർ. ഇടയ്ക്കിടയ്ക്ക് വന്നുള്ള സ്നേഹം. ഇതാണെങ്കിൽ ഒരുപാട് കൺഫ്യൂസിംഗും ആയിരിക്കും. ഒരു ദിവസം അവർ നിങ്ങളോട് വന്നിട്ട് പറയും ഐ മിസ് യു, ഐ ലവ് യു എന്ന് പറയും. പിറ്റേ ദിവസം വളരെ ഡ്രൈ ആയിരിക്കും അവരുടെ റെസ്പോൺസ്. പിറ്റേ ദിവസം ചിലപ്പോൾ ഒരു റെസ്പോൺസ് ഇല്ലാത്ത അവസ്ഥയിലേക്കും പോകാം. ആൻഡ് നിങ്ങൾ ഒരുപാട് കൺഫ്യൂസ് ആവുകയും കുറച്ച് കഴിയുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഭാഗത്താണ് തെറ്റെന്ന് ചിന്തിക്കാൻ തുടങ്ങുകയും ചെയ്യും. ഞാൻ ഇനി എന്തെങ്കിലും തെറ്റ് ചെയ്തു,
ഞാൻ ഇനി എന്തെങ്കിലും പറഞ്ഞു, ഞാൻ അങ്ങനെ പറഞ്ഞുകൊണ്ടായിരിക്കോ, പിന്നെ നിങ്ങൾ ചിലപ്പോ നിങ്ങളെ തന്നെ കുറ്റപ്പെടുത്താൻ സാധ്യതയുണ്ട്. മനസ്സിലാക്കുക, നിങ്ങൾക്ക് കുഴപ്പമുള്ളത് കൊണ്ടല്ല ഇങ്ങനെ പലപ്പോഴും സംഭവിക്കുന്നത്. ചില സമയത്ത് നിങ്ങളുടെ പാർട്ട്ണർ ഇമോഷണലി അൺട്രെയിൻഡ് ആയിരിക്കും. ഇമോഷൻസ് എങ്ങനെ ഹാൻഡിൽ ചെയ്യണം എന്ന് അവർക്ക് അറിയാൻ പറ്റില്ല, അല്ലെങ്കിൽ അതെങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം, എങ്ങനെ ഡീൽ ചെയ്യണം എന്ന് അവർക്ക് അറിയാൻ പറ്റില്ല. ഇതിന്റെ പ്രധാന കാരണം ആരും ചിലപ്പോൾ അവർക്ക് പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ അവരുടെ ലൈഫിൽ ചെറുപ്പം മുതലേ അവർക്കുണ്ടായ എക്സ്പീരിയൻസ് അവരങ്ങനെ ആക്കിയതുമാവാം. പക്ഷെ എപ്പോഴും മനസ്സിലാക്കുക, സ്നേഹമുണ്ടെന്ന് പറയുന്നത് കൊണ്ട് മാത്രം ഒരു റിലേഷൻഷിപ്പിൽ നിങ്ങൾക്ക് ഹാപ്പി ആവാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ ഈ പാറ്റേൺസ് കണ്ടുപിടിക്കുക, ഇത് മനസ്സിലാക്കുക എന്നുള്ളതും വളരെ ഇമ്പോർട്ടന്റ് ആയ ഒരു കാര്യമാണ്. നിങ്ങളുടെ ലൈഫിൽ പ്രശ്നങ്ങളുണ്ട്, പേടികളുണ്ട്, നിങ്ങൾക്ക് ഒരു സമാധാനം ഇല്ലെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ ഒരു സൈക്കോളജിസ്റ്റിനെ കാണണം. തെറപ്പി വഴി നിങ്ങൾക്ക് ലൈഫിൽ ഒരുപാട് മാറ്റം കൊണ്ടുവരാനും പറ്റും. ആൻഡ് നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്റെ അടുത്ത് ഓൺലൈൻ തെറപ്പി സെഷൻസ് ആവശ്യമുണ്ടെങ്കിൽ ഞാൻ കമന്റ് ബോക്സിൽ ഒരു ഗൂഗിൾ ഫോമിന്റെ ലിങ്ക് കൊടുക്കുന്നുണ്ട്. അത് നിങ്ങൾ ഫിൽ ചെയ്താൽ മാത്രം മതി, ഞാൻ നിങ്ങളെ കോൺടാക്ട് ചെയ്യുന്നതായിരിക്കും. സോ ഈ വീഡിയോ നിങ്ങളെ ഹെൽപ്പ് ചെയ്തു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ബൈ. താങ്ക് യു സോ മച്ച്.